ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യം. ഈശോയും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. പല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് ഈ ശിഷ്യന്മാർ യാത്രയാവുന്നത്. ഈശോയും അവരുടെ കൂടെ നടക്കുകയാണ്. എന്നാൽ ഈശോയെ തിരിച്ചറിയാനായിട്ട് ഈ ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയി. വലിയൊരു പരാജയം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു അല്ലെ. 3 വർഷക്കാലം കൂടെ നടന്നവരാ. അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അവന്റെ ഒപ്പം താമസിച്ചിട്ട് അവനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ട വ്യക്തികളായിട്ട് ആ ശിഷ്യന്മാർ മാറി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെയും കണ്ണുകൾ പലപ്പോഴും മൂടപ്പെട്ടു പോവുകയാണ്. ക്രൈസ്തവനായിട്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ട് പലപ്പോഴും കൂടെ നടക്കുന്ന ദൈവത്തെ കാണാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ സാധിക്കാത്ത വിധം നമ്മുടെ കണ്ണുകളും മൂടപ്പെട്ടു പോകുന്നുണ്ട്. ഈശോ എൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ചാരെ എൻ്റെ കരം പിടിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ്. ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എൻ്റെ കണ്ണുകൾ മൂടക്കെട്ടിപ്പോകുന്ന വ്യക്തിയായിട്ട് മാറുക. കൂടെ നടക്കുന്ന ദൈവത്തെ കാണാനും മാത്രം എൻ്റെ കണ്ണുകൾ തുറവിയില്ലാത്തതായി പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പരാജയം. കാരണം ഈശോ കൂടെ നടക്കുമ്പോഴും വേദനിച്ച് ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാ പലപ്പോഴും നമ്മള്. ഈശോ കൂടെയുണ്ട്, പിന്നെ എന്തിനാ ഇത്ര വേദനിക്കുന്നത്? കാരണം എന്നെ സംരക്ഷിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തിയ എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളപ്പോഴും നീറി വേദനിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മുന്നോട്ട് പോകുന്നവരാ നമ്മള്. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ സാന്നിധ്യം അറിയുന്നവൻ, ദൈവം കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ജീവിതത്തില് എപ്പോഴും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ കണ്ണുകളും തുറക്കാം. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട്, അവന്റെ കൂടെ എപ്പോഴും ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.